MECH PSC ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് 26 നടക്കുന്ന AMVI എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിലബസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ടോട്ടൽ മാർക്ക് 100 ആണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആണ്. 10 മാർക്കാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ പോർഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ്, പ്രഷറുകൾ, മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആദ്യത്തെ സെക്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ഒറിഫൈസ്, നോച്ച്, വെഞ്ചുറി മീറ്റർ, ആ കാര്യങ്ങളൊക്കെ, ഡാസിസ് ആൻഡ് ചെസിസ് ഫോർമുല, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക് മെഷീൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ പമ്പുകളെക്കുറിച്ചും ടർബൈനെ കുറിച്ചുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നിന്നാണ് 10 മാർക്ക് വരുന്നത്. യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ തെർമൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. തെർമൽ എഞ്ചിനീയറിങ്ങിലും ബേസിക് ആയിട്ടുള്ള തെർമൽ ലോസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ തെർമോഡൈനാമിക് സൈക്കിളുകൾ, പെട്രോൾ എഞ്ചിന്, ഡീസൽ എഞ്ചിന്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, IC എഞ്ചിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും, പിന്നെ കംപ്രസറിനെ കുറിച്ചുമാണ്. അതുകൂടാതെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന മൊഡ്യൂളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയയിൽ നിന്നാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ഒരു ഏരിയയിലുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് 3 നോക്കുകയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. 10 മാർക്ക് തന്നെയാണ് അതിനും വരുന്നത്. അപ്പോൾ അതിലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രെസ്സ്, സ്ട്രെയിന്, അതുമായി ബന്ധപ്പെടുന്ന പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്. റിവറ്റ്സ് ആൻഡ് ബോൾട്സ്, വെൽഡഡ് ജോയിൻറ്റ്സ്, ഇത്രയാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ വരുന്നത്. യൂണിറ്റ് 4 മെഷീൻ എലമെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് ആണ്. മെഷീൻ എലമെൻറ്റ്സിൽ ബെയറിങ് വരുന്നുണ്ട്, ഗവർണർ, ഗിയേഴ്സ് വരുന്നുണ്ട്, ബോയിലറിൻ്റെ ടൈപ്പ്, മൗണ്ടിങ്സ്, ആക്സസറീസ്, സ്റ്റീം എൻജിൻ, ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ മെറ്റീരിയൽസിൽ കാസ്റ്റ് അയണും സ്റ്റീലിൻ്റെ എല്ലാം പ്രൊഡക്ഷനും കാര്യങ്ങളും, പ്രൊഡക്ഷൻ മെത്തേഡ്സുകളും എല്ലാം വരുന്നുണ്ട്. മൊഡ്യൂൾ 5 നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് എൻജിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ്. മൊഡ്യൂൾ 5 മുതൽ ഓട്ടോമൊബൈലിലേക്ക് ഡീപ്ലി പോവുകയാണ്. അപ്പോൾ ഒരു എൻജിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, അതിൻ്റെ പാർട്സുകളും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ഓട്ടോമൊബൈൽ സിസ്റ്റംസുകൾ. ഇപ്പോൾ ഫസ്റ്റിൽ 5th മൊഡ്യൂളിൽ വരുന്നത് ഫ്യൂവൽ സിസ്റ്റം, ലൂബ്രിക്കേഷൻ ആൻഡ് കൂളിംഗ് സിസ്റ്റം, അത് രണ്ടുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി മൊഡ്യൂൾ 6 നോക്കുകയാണെങ്കിൽ ഷാസിസ് ആണ്. അതും 10 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷാസി ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ്, അതിൽ തന്നെ സസ്പെൻഷൻ സിസ്റ്റം, സ്റ്റെയറിംഗ് സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം എല്ലാം ഈ ഒരു മൊഡ്യൂൾ 6 ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 7 നോക്കുകയാണെങ്കിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിൻറ്റ്, ഡിഫറൻഷ്യൽ, ടയർ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സിസ്റ്റംസുകളാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ സിസ്റ്റംസിൽ ആൾട്ടർനേറ്ററിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ, പിന്നെ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഇഗ്നീഷ്യൻ സിസ്റ്റംസും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. യൂണിറ്റ് 8 നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ് ആണ്. അപ്പോൾ ഈ 5 ശേഷം വരുന്നതൊക്കെ ഓട്ടോമൊബൈലിൻ്റെ കോർ ഏരിയാസിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ് വരുന്നത്. അതിൽ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുകളും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട്, റോഡ് ജിയോമെട്രി കാര്യങ്ങളുമൊക്കെ. പിന്നെ മോഡേൺ ടെക്നോളജീസിലാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റംസ്. അതിൽ EFI, MPFI എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പുതിയ ടെക്നോളജീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ ഓട്ടോമൊബൈൽ പൊല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്ക് വരുന്നുണ്ട്.
പിന്നെ മോഡേൺ വെഹിക്കിൾ ആക്സസറീസ്, വെഹിക്കിളിൻ്റെ പെർഫോമൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നോളജീസ്, GPS, ABS അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിളും പുതിയ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 8 മൊഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 2 നോക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിനെ 2 കാറ്റഗറൈസ് ആക്കി മാറ്റിയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് 2017 മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസിന് 5 മാർക്കും മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 മോട്ടോർ വെഹിക്കിൾ ആക്ടിന് ആ ഒരു ഏരിയയിൽ നിന്നും 5 മാർക്കും വരുന്നുണ്ട്. പിന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്കിൽ നിന്നും 10 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ തന്നെ 7 മാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ പലതരത്തിലുള്ള സെക്ഷൻസ്, ലോസുകളൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. പ്രിലിമിനറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും, രജിസ്ട്രേഷൻ ഓഫ് മോട്ടോർ വെഹിക്കിൾ, കൺട്രോൾ ഓഫ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേഷൻ ടു സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്, കൺട്രോൾ ഓഫ് ട്രാഫിക്, ഇൻഷുറൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി റിസ്ക്, ഒഫൻസസ്, പെനാൽറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ ആക്റ്റുകളാണ്, പലതരത്തിലുള്ള സെക്ഷൻസുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി അതിൻ്റെ ബി പോർഷൻ എന്ന് പറയുന്നത് ദ കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് ആണ് 1976. അപ്പോൾ പലതരത്തിലുള്ള ടാക്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിന് 3 മാർക്കുമാണ് വരുന്നത്. അങ്ങനെ ടോട്ടലി 100 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് ഈ ഒരു എക്സാമിന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മെയ് 26 എക്സാം നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ PDF സിലബസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക. സോ കീപ് വാച്ചിങ്. താങ്ക് യു.